ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ നാമം, ആ ഫാദർ ഇൻ ഹെവൻ ഹോളി ബി യുവർ നെയിം എങ്ങനെ മഹത്വപ്പെടുത്തണം, എങ്ങനെ വിശദീകരിക്കപ്പെടണം നമ്മളിൽ കൂടി, നമ്മുടെ എല്ലാ അവയവങ്ങൾ കൂടി. 1 കൊരിന്ത്യർ 16:20 പറയുന്നു, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഗ്ലോറിഫൈ ഗോഡ് വിത്ത് യുവർ ബോഡി എന്ന് നമ്മൾ കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ വീടാണ്, മന്ദിരമാണ്, അത് ഭവനമാണ് എന്ന് എന്നും ഓർപ്പിക്കണം. നിങ്ങളെ തന്നെ ഓർപ്പിക്കണം. രാവിലെ ഇന്ന് എൻ്റെ കരങ്ങളാൽ ഞാൻ നന്മ ചെയ്യണം, എൻ്റെ കരങ്ങൾ വിശദീകരിക്കണമേ, എൻ്റെ കണ്ണുകൾ വിശദീകരിക്കണമേ. യേശുവേ, എൻ്റെ നാവ് ഞാൻ നുണ പറഞ്ഞെങ്കിൽ, ഞാൻ ഏഷണി കേട്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ സ്വർഗീയ പിതാവ് എങ്ങനെ വിശുദ്ധനായിരിക്കുന്നോ അതുപോലെ എന്നെയും വിശുദ്ധനാക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് എന്നും പ്രാർത്ഥിക്കണം. അത് ഡെയിലി ഡിസിഷനാണ്, അല്ലാതെ ഒരു ദിവസം ഈ മെസ്സേജ് കേട്ടിട്ട് മറന്നുപോകാനല്ല. എന്നും നിങ്ങളുടെ അവയവങ്ങളെല്ലാം കർത്താവിന് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ആ അവയവങ്ങൾ കൂടി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ആദ്യമായിട്ട് നമ്മൾ ശുദ്ധീകരിക്കണം, അല്ലേ? യേശുവിൻ്റെ രക്തത്താലാണ് ശുദ്ധീകരിക്കുന്നത്. നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്യുവാനും ദിവസവും ചെയ്യണ്ടെന്ന് ഓർത്താലും ശരീരത്തെ അനുസരിച്ച് ജീവിക്കരുത്, ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ആത്മാവ് പറയുന്നത് പോലെ ജീവിക്കണം. യു ഹാവ് എ ബോഡി ആൻഡ് ദ സ്പിരിറ്റ്, ബട്ട് ഗോഡ് ഈസ് യു ആർ സ്പിരിറ്റ് ഓറിയൻറ്റഡ് പേഴ്സൺ എന്ന് ഓർക്കണം. നമ്മുടെ ശരീരമല്ല നമുക്ക് പ്രധാനം. നമ്മുടെ ശരീരത്തിനൊക്കെ, ഫ്ലഷിനെയൊക്കെ ക്രൂസിഫൈ ചെയ്യണം, നമ്മൾ ക്രൂശിൽ തറയ്ക്കണം. അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ യേശുവിനോടുകൂടി ക്രൂശിൽ തറയ്ക്കുകയാണ്. നമ്മുടെ എല്ലാ ശാപത്തെയും രോഗത്തെയും നമ്മുടെ ദുഃഖത്തെയും നമ്മുടെ എല്ലാം കർത്താവ് ആ കുരിശിൽ തറച്ചതാണ്, അല്ലേ? തറച്ചിട്ട് അതുപോലെ നമ്മളും അതുപോലെ നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ, നമ്മുടെ ശരീരത്തിൻ്റെ ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ, ആ ആശകളെല്ലാം കുരിശിൽ തറയ്ക്കണം. യെസ്, ഇഫ് യു ഫോളോ മീ, ടേക്ക് അപ്പ് യുവർ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ, ജീസസ് സെഡ്. നീ എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കണമെങ്കിൽ നീ നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. എല്ലാ ദിവസവും, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. യു സേ, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്, നോട്ട് ദ ഡെവിൾ. I'll say no to devil, I'll say yes to Jesus. അങ്ങനെ ഒരു തീരുമാനം എല്ലാവരും എടുക്കാം. ഇന്ന് നിങ്ങളുടെ കരങ്ങളെക്കുറിച്ച് കേട്ടു, നിങ്ങളുടെ കണ്ണുകളെക്കുറിച്ച് കേട്ടു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതെന്ന് കേട്ടു. നമ്മുടെ പാദങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. Your feet also should be holy. Your feet must have taken you to some men, liquor shop, അല്ലേ? ചാരായക്കട പോയി കാണും, സിനിമാ ഹാളിൽ പോയി കാണും, ക്ലബിൽ പോയി കാണും, പോകേണ്ട അരുതാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കാണും നിങ്ങളുടെ കാലുകൾ. ആ കാലുകളെ വിശദീകരിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ കാലുകൾ വലിയ ആണി കൊണ്ട് കുത്തി തറച്ച് രക്തം നദി പോലെ ഒഴുകിയത്. ആ രക്തം ആ യേശുവിൻ്റെ കാലുകളിൽ നിന്ന് നിങ്ങളുടെ കാലുകളിലേക്കൊന്ന് എടുത്തേ, ഒന്ന് സ്വീകരിച്ച്. ആ രക്തം ജീവിക്കുന്ന രക്തമാണ്, ആ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ആ രക്തം ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സംസാരിക്കുന്ന രക്തമാണ്. രക്തം ഒരിക്കലും മരിക്കുന്നില്ല, രക്തം ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രക്തം ഇപ്പം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഒഴുകിയ രക്തം നിങ്ങളുടെ കാലുകളിലേക്ക് ഒന്ന് ഏറ്റെടുക്കുക. ദൈവമേ, എൻ്റെ കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ആദ്യമായിട്ട് വിശുദ്ധ കാലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കാലുകൾ കൊണ്ട് എന്ത് ചെയ്യണം? ഇനി ആ ഒരു വിശുദ്ധ കരങ്ങൾ കിട്ടിക്കഴിഞ്ഞു, കരങ്ങൾ കൊണ്ട് നല്ല പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ചെയ്യണം. വിശുദ്ധ കാലുകൾ കിട്ടിക്കഴിഞ്ഞ് കാലുകൾ കൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ ദിവസവും സുവിശേഷമായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ എൻ്റെ കാല് ഇങ്ങനെ കഴുകുകയല്ല, പെഡിക്യൂർ എന്ന് പറയും. അങ്ങനെ ഒരു സഹോദരി, ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ കാലിനെയൊക്കെ ഇത് ഇങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി പെഡിക്യൂർ എന്ന് പറയും. അങ്ങനെ ചെയ്തപ്പോൾ പറയാം, മാഡത്തിൻ്റെ കാല് എത്ര സുന്ദരമാണ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒരു വൃത്തികേടും ഇല്ല, ഒരു വിള്ളലോ കീറലോ ഒന്നുമില്ലല്ലോ, എത്ര മനോഹരമാണ്. ഞാൻ പറഞ്ഞു, ഇത് ബൈബിളിലുള്ളതാ കൊച്ചേ, ഇത് ബൈബിളിലുള്ളതാണ്, നീ വിശ്വസിക്കുക. അവൾ ഹിന്ദു ഗേളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രീച്ച് ദ ഗുഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ടൈഡിങ്സ് എന്ന ബൈബിളിലുണ്ട്. റോമൻസ് 10:15, റോമാക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുകയാണ്,
സുവിശേഷം പ്രസംഗിക്കുന്ന കാലുകൾ എത്രയോ മനോഹരമാണെന്ന്. നിങ്ങൾക്ക് മനോഹര കാലുകൾ വേണോ? നിങ്ങൾ സ്റ്റേജിൽ കയറി മയക്കെടുത്ത് പ്രസംഗിക്കേണ്ട. നിങ്ങൾ അയലോക്കത്ത് പ്രസംഗിച്ചാൽ മതി. നിങ്ങൾ അയലോക്കക്കാരോട് സുവിശേഷം പറഞ്ഞാൽ മതി. നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതം വഴി നിങ്ങളത് കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു മാറ്റം വന്നെന്ന് മനുഷ്യർ കണ്ടാൽ മതി. അല്ലേ? നേരത്തെ പോയ സ്ഥലത്തല്ല നിങ്ങൾ പോകുന്നത്. നേരത്തെ ചെയ്ത കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത്. നേരത്തെ സംസാരിച്ചതുപോലെ അല്ല നിങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ you are a new creation. 2 Corinthians 5:17 if anyone is in Christ Jesus you are a new creation എന്ന് പറയുന്നു. അല്ലേ? that is all the old things are passed away, old Teresa is dead. പഴയ തെരേസ മരിച്ചുപോയി. എന്നോട് ബർത്ത്ഡേ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ 1992 ജനിച്ചതെന്ന്. മീൻസ് വീണ്ടും ജനം പ്രാപിച്ച് അന്നേരം തുടങ്ങി ഞാൻ ജീവിച്ചു തുടങ്ങിയത് യേശുവിന് വേണ്ടി. അപ്പോൾ എനിക്കിപ്പോൾ 34 വയസ്സ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കാലീബ്. ബൈബിൾ പറയുന്ന അതാണ്. ഞാൻ എൻ്റെ ഫിസിക്കൽ ഏജ് ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയില്ല. ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ വചനം പറയുന്ന എന്താണോ അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അപ്പോൾ പഴയ ചെയ്തികൾ, പഴയ പ്രവൃത്തികൾ, പഴയ സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മൾ നോ പറയുകയാണ്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം എന്നും ജീവിക്കണം, എന്നും തീരുമാനമെടുക്കണം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കാലുകൾ എവിടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് തീരുമാനിക്കുക. അയലോക്കത്ത് നിങ്ങൾ എത്രയോ സ്ഥലത്ത് നടക്കുന്നു. അവിടെ ഒരു പ്രെയർ വാക്ക് ചെയ്ത് നോക്കിക്കേ. പ്രെയർ വാക്ക് ചെയ്ത് ഇങ്ങനെ ബാർ ഷോപ്പൊക്കെ അടച്ച് അവിടെ ബൈബിൾ സെല്ലിംഗ് ബുക്ക് ഷോപ്പായിട്ടുണ്ട്, അവിടെ ഫ്രൂട്ട് ഷോപ്പായിട്ടുണ്ട്. തിയേറ്ററിൽ ഞങ്ങൾ നേരത്തെ സിനിമ കണ്ടുകൊണ്ടിരുന്ന തിയേറ്റർ ഇപ്പോൾ ചർച്ചായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഫങ്ഷൻ ഹാൾസ് ചർച്ചായിട്ട് ആരാധന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ കാലുകൾ കൊണ്ട് ഒരു പ്രെയർ വാക്ക് ചെയ്യാം. എല്ലാം നടക്കുന്ന എല്ലാത്തിടത്തും അവിടെ ഉണങ്ങിയ അസ്ഥികളുണ്ട്. ദൈവത്തെ അറിയാത്തവരാണ് ഉണങ്ങിയ അസ്ഥികൾ. അവരോട് പ്രവചിക്കും നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉണങ്ങിയ അസ്ഥികളെല്ലാം സത്യദൈവത്തെ അറിയട്ടെ, ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കണം. പിന്നെ അനാവശ്യ ദൈവത്തെ ഉയർത്താത്ത ഏത് സ്ഥലമുണ്ടോ ആ സ്ഥലമൊക്കെ എല്ലാം പവിത്രമാക്കണം. നമുക്കതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരം തന്നിട്ടുണ്ട്. പിന്നെ കർത്താവ് നമ്മുടെ വായിൽ പ്രൊഫറ്റിക് വേർഡ്, പ്രവചനപരം നമ്മൾ പറയുന്നതെല്ലാം സംഭവിക്കും. അത്രയ്ക്ക് വലിയ ഒരു പവർ സ്റ്റേഷനാണ് നമ്മൾ. യേശു വന്നു കഴിഞ്ഞ് ദൈവം നമ്മളിൽ വിശ്വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് പറഞ്ഞല്ലോ. ദൈവത്തിൻ്റെ വീടാണ് നമ്മുടെ ഹൃദയവും ശരീരവും. അപ്പോൾ ആരാണ് ദൈവം? ഈ മൈറ്റി ഗോഡ് ഹീസ് ഇൻ യു. അപ്പം ദൈവം ചെയ്തൊക്കെ ചെയ്യും. നമ്മൾ പ്രവചനം, നമ്മൾ ആ കർത്താവിൻ്റെ പ്രവൃത്തി, ദൈവം ചെയ്ത പോലെ പ്രസംഗം, ദൈവം ചെയ്ത പോലെ അത്ഭുതം, ദൈവം ചെയ്ത അടയാളങ്ങളെല്ലാം ദൈവ പൈതലിന്, ദൈവത്തിൻ്റെ ദാസിക്ക് അവർക്ക് മാത്രമല്ല സാധാരണക്കാരായ വിശ്വാസികൾക്കും ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ ആരുടെയും തലയിൽ കൈവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ സൗഖ്യം പ്രാപിക്കണം, നിങ്ങൾ തന്നെ പ്രവൃത്തി ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാലുകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ യു ഷുഡ് നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ദ വിക്കറ്റ്. സാം 1:1 സേസ് ദുഷ്ടരുടെ ആലോചന പ്രകാരം നടക്കരുത് നിൻ്റെ കാലുകൾ കൊണ്ട് എന്ന് പറയുന്നു. കണ്ടോ? അങ്ങനെ 91 Psalm verse 13 says you shall tread upon lion and cobra, young lion and serpent you shall ട്രാമ്പിൾ അണ്ടർനീത്ത്. അതായത് നിങ്ങൾക്ക് അണലികളെയും സിംഹത്തെയും എല്ലാം ചവിട്ടുവാനുള്ള അധികാരം ഞാൻ തരുന്നു എന്ന്. ലൂക്ക് ചാപ്റ്റർ 10:19 Behold, I give you authority to trample on serpents, scorpion, powers of the enemy and no harm will take place എന്ന്. നിങ്ങൾക്ക് പാമ്പുകളെയും തെളുകളെയും സാത്താൻ്റെ എല്ലാ ബലത്തെയും എല്ലാ സിക്നസ്, നിങ്ങളുടെ രോഗത്തെ എല്ലാം കാൽ കീഴിലൊന്ന് ചവിട്ടി മെതിക്ക്. അതിനുള്ള അധികാരം നിങ്ങളുടെ കാലുകൾക്ക് തന്നിട്ടുണ്ട്. അപ്പം വിശുദ്ധ കാലുകൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഒന്നാമത് തന്നെ നിങ്ങളുടെ കാലുകൾ വിശുദ്ധമാകട്ടെ. യേശുവിൻ്റെ രക്തം സ്വീകരിക്കൂ, കാലുകൾ കൂടി ഒഴുകട്ടെ. പിന്നെ നിങ്ങൾ കാലുകൾ കൊണ്ട് സുവിശേഷം, നിങ്ങളുടെ കാലുകൾ നല്ല സ്ഥലത്ത് പോകണം, ചർച്ചിൽ പോകണം, ആരാധന സ്ഥലത്ത് പോകണം, ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ പ്രഘോഷിക്കുന്നവരാകണം, വിറ്റ്നസ് ചെയ്യുന്നവരാണ്, സാക്ഷ്യം പറയുന്നവരായിരിക്കണം. സുവിശേഷം കൊണ്ടുവന്ന ഒരു ട്രാക്റ്റ് കൊടുത്തേ മാർക്കറ്റിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, എവിടെ പോയാലും ഒരു ചെറിയ ഒരു ലഘുലേഖ നിങ്ങളുടെ ബാഗിലുണ്ടെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. നിങ്ങളുടെ കാലുകൾ കൂടി, നിങ്ങളുടെ കൈകളിൽ കൂടി, നിങ്ങളുടെ ഹൃദയത്തിൽ കൂടി, നിങ്ങളുടെ വായിൽ കൂടി, കണ്ണിൽ കൂടി, നിങ്ങളുടെ എല്ലാ മനസ്സിൽ കൂടി എല്ലാം ദൈവത്തിന് മഹത്വം വരട്ടെ. അത് വിശുദ്ധമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.